ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. നമുക്ക് വേഗം തീർക്കണ്ടേ, നമ്മൾ 48ാമത്തെ ചോദ്യം എത്തിയിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ചോദ്യത്തിലേക്ക് പോവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതൊക്കെ എല്ലാവർക്കും പഠിച്ച് തെളിഞ്ഞു പോയ കാര്യമായിരിക്കും. ആരാണ്? അതെ, ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. വർഷം 1888. അപ്പം നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പഠിച്ചാലും തീരൂല. എന്നാലും ഇതിൽ കൊടുത്തിട്ടുള്ള മാക്സിമം പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പഠിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം, എൻ്റെ കൂടെ പറഞ്ഞോളൂ, പഠിച്ചതായിരിക്കും എല്ലാവരും. എൻ്റെ കൂടെ പറയാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. എവിടെയാണ്? തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം, അതെ, വയൽവാരം വീട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം നമ്മൾ പറഞ്ഞു 1888. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. 1891 കുമാരനാശാനെ കണ്ടുമുട്ടിയത്. ഇനി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയതോ 1912 ബാലരാമപുരത്ത് വെച്ച്. 1891 കുമാരനാശാൻ, 1912 അയ്യങ്കാളി. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. 1913 എന്ന് എഴുതുമ്പം നമുക്ക് ഇങ്ങനെ 3 ഇങ്ങനെ എഴുതിയ ദാന്ന് വായിച്ചൂടെ? അപ്പോൾ അങ്ങനെ എന്തോ ആണ് ഞാൻ പണ്ട് കണക്ട് ചെയ്ത് വെച്ചത്. അദ്വൈതാശ്രമം 13 എന്നുള്ളത് അങ്ങനെ എന്തോ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് ഓർമ്മയുള്ളത്. അദ്വൈതാശ്രമം 13. ഇനി SNDP വന്നിരിക്കുന്നു. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, സെക്രട്ടറി കുമാരനാശാൻ. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. 1903 മെയ് 15. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം, നിലവിലെ മുഖപത്രം യോഗനാഥം. അപ്പോൾ 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, സെക്രട്ടറി കുമാരനാശാൻ. ആദ്യത്തെ മുഖപത്രം മംഗളോദയം, തെറ്റിപ്പോയി, മംഗളോദയം അല്ല. മംഗളോദയം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ പറഞ്ഞു കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. മംഗളോദയം VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭയുടെ മുഖപത്രം അല്ലേ മംഗളോദയം. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. കണ്ടില്ലേ, തെറ്റിപ്പോകരുത് കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു ഉദയമാണെന്നൊക്കെ ഓർമ്മയുണ്ടാവും. ഓപ്ഷനിൽ ചിലപ്പോൾ മംഗളോദയം ഉണ്ടാവും. അത് പോയിട്ട് കറപ്പിക്കരുത്, തെറ്റിക്കരുത്. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ്. SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥം ആണ്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. 1912 ആരായിരുന്നു? അയ്യങ്കാളി. 1891 കുമാരനാശൻ. 1922 ടാഗോർ. ഇനി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത് ആരാണ്? നമ്മുടെ കുമാരനാശാൻ ആണ്. അടുത്ത ചോദ്യം, ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാലാണ് എന്ത് സ്ഥാപിക്കുന്നത്? SNDP സ്ഥാപിക്കുന്നത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1925. ആ സമയത്ത് അവിടെ ദ്വിഭാഷിയായിട്ട് പ്രവർത്തിച്ചത് ആരാണ്? N കുമാരനാണ്. അപ്പോൾ കുമാരനാശാൻ 1922 ടാഗോറും ശ്രീനാരായണ ഗുരുവും സംസാരിച്ചപ്പോൾ ദ്വിഭാഷിയായതാണ് ആര്? കുമാരനാശാൻ. ഇത് നോക്കിക്കേ, 25 ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്നത് ആരാണ്? N കുമാരനാണ്. കുമാരനാശാൻ ഇല്ല, കാരണം കുമാരനാശാൻ മരിച്ചുപോയി. കുമാരനാശാൻ 1924 മരിക്കുന്നുണ്ട്. ഇവിടെ ഗാന്ധിജി കാണാൻ വരുന്നത് 1925. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടും കുമാരനാശാൻ അല്ല. അപ്പോൾ അതേപോലെയുള്ള ഒരാൾ വേണം. അങ്ങനെ എന്ത് ചെയ്തു? N കുമാരനെ ഇറക്കി. അങ്ങനെ ഓർത്താൽ മതി.
ഇനി ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം 1924 ഇനി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം 1918. അപ്പോൾ ആദ്യ വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ഏത് വർഷമാണ്? 1918. ഓക്കെ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യൻ ആരാണ്? സ്വാമി സത്യവ്രതൻ ആണ്. ഓക്കെ. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു, എൻ്റെ കൂടെ വരുന്നവർ വ്രതമൊക്കെ എടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറയുവാണ്, ഓർക്കാൻ വേണ്ടി പറയുവാണ്. അപ്പം സത്യവ്രതൻ, അപ്പം സത്യം പറയുന്നവനും വ്രതം എടുക്കുന്നവനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ശിഷ്യനെ കൂട്ടിയിട്ടാണ് ആര് പോയത്? ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കാൻ പോയത്. വേറൊരു സ്ഥലത്തേക്ക് പോയല്ലേ, പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. ഈ 1912 തന്നെയാണ് എന്ത് സംഭവിച്ചത്? അയ്യങ്കാളീനെ കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ ശ്രീനാരായണ ഗുരു. ആ വർഷം തന്നെയാണ് എന്ത്? ശാരദ പ്രതിഷ്ഠ നടത്തിയത്. 12 ശാരദ പ്രതിഷ്ഠ, 13 അദ്വൈതാശ്രമം. ഓക്കെ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവൻകോടും ഉല്ലലയും. കളവൻകോടും ഉല്ലലയും, അതായത് കണ്ണാടി നോക്കിയിട്ടല്ലേ നമ്മൾ കിളവനായോ എന്നൊക്കെ ഇങ്ങനെ നോക്കൂലേ അല്ലേ? കണ്ണാടി എടുത്തിട്ട് നരച്ച മുടിയൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും ചിലർ. നരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊയ്തീൻ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ഒരു നരയുള്ള മുടി നോക്കുന്നൊരു സീനൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ. അപ്പം കളവനായോ എന്നൊക്കെ നമ്മൾ നോക്കുക കണ്ണാടിയിലാണ്. അതേപോലെ കണ്ണാടി നോക്കി നല്ല ചെത്തായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാറുണ്ടല്ലേ, എല്ലാ അല്ല ഉല്ലല അല്ലേ, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് ഉല്ലലയിലാണ് ശ്രീനാരായണ ഗുരു എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇനി ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രം എവിടെയാണ്? ഉല്ലലയാണ് അല്ലേ. നമ്മൾ കണ്ണാടി നോക്കി പുറപ്പെട്ടൊക്കെ കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ഒരു പാട്ടൊക്കെ പാടി സെറ്റാണ് ഉല്ലല ലലലലല കണ്ണാടി ഉല്ലലയിലാണ് ഏറ്റവും അവസാനം പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രം. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഇലവുംതിട്ട. ഇലവുംതിട്ട. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് ഇലവുംതിട്ടയിൽ നിന്നാണ്. ഓക്കെ. ഇനി ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. അത് നമുക്കറിയാലോ. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിലെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു. എവിടെയാണ് ആ രാജ്യം? ശ്രീലങ്കയിലായിരിക്കും. കാരണം ശ്രീലങ്കയാണ് അദ്ദേഹം സന്ദർശിച്ച ആദ്യത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്, വിദേശ രാജ്യം. അതുകൊണ്ട് ശ്രീലങ്ക തന്നെ. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സെപ്റ്റംബർ 20. ഇതൊരു അവധി ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴായിരുന്നു ജനനം? 1856 ഓഗസ്റ്റ് 20. മരണം സെപ്റ്റംബർ 20. ഇത് രണ്ടും അവധി ദിവസമാണ്. മരണം 1928 സെപ്റ്റംബർ 20. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. ഓപ്പൺ സർവകലാശാല കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന വർഷം 2020. ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. 2020 കൊല്ലത്ത് എന്ത് വന്നത്? ഓപ്പൺ സർവകലാശാല വന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ മുബാറക് പാഷയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ മുബാറക് പാഷ. ഓക്കെ. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു കേട്ടോ, ഇതിനകത്ത് കഴിഞ്ഞു. ഇനിയും പഠിക്കാനുണ്ട്. 49ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, ഈഴവരെന്ന് കേട്ടിട്ട് ചാടിക്കയറി ആരും എഴുതരുത്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു ആണ് ശരിയായ ഉത്തരം. അപ്പം നമുക്ക് ഡോക്ടർ പൽപ്പു പഠിക്കാം. ഡോക്ടർ പൽപ്പു. ഓക്കെ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ്. അപ്പം നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ, പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു എന്നും സെക്രട്ടറി കുമാരനാശാൻ എന്നും അതിൻ്റെ മുഖപത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈസ് പ്രസിഡന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരാണ്? പൽപ്പു ആണ്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് നമ്മുടെ പൽപ്പു. ഓക്കെ, പൽപ്പു. ഇനി മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു.
ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. എന്താണ് തിരുവിതാംകോട്ടെ തീയൻ? ഓക്കെ. തനിക്കും തൻ്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ പൽപ്പു എഴുതിയ ലേഖന പരമ്പരയാണ് തിരുവിതാംകോട്ടെ തീയൻ എന്ന് പറയുന്നത്. മലബാറിൻ്റെ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി ഡോക്ടർ പൽപ്പു ആരംഭിച്ച സംഘടനയാണ് മലബാർ എക്കണോമിക് യൂണിയൻ. എന്താണ്? മലബാറിൻ്റെ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി പൽപ്പു ആരംഭിച്ച സംഘടനയാണ് മലബാർ എക്കണോമിക് യൂണിയൻ. അത് ഓർത്തു വയ്ക്കാലോ. അടുത്ത പോയിന്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ? ഡോക്ടർ പൽപ്പു. ഓക്കെ. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി, ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. നമുക്ക് ഓപ്ഷനിൽ ഇന്ദിരാഗാന്ധിയൊക്കെ തരും. ഇന്ദിരാഗാന്ധി എന്നൊന്നും എഴുതരുത്. കാരണം നമുക്ക് എത്ര പഠിച്ചതായാലും ഓപ്ഷൻസ് കാണുമ്പം നമുക്കൊരു ഡൗട്ടാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ആൻസർ പെട്ടെന്ന് വരണം. അതിന് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇനി വാരി വലിച്ച് പഠിക്കാതിരിക്കുക. പഠിക്കുന്നത് എന്താണോ അത് വൃത്തിയിൽ പഠിച്ചിട്ട് അവിടെ ഉറപ്പിച്ച് വെക്കുക. ഇന്ന ഏരിയയിൽ നിന്ന് വന്നാൽ ഞാൻ എന്തായാലും അത് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി ഇനി പഠിക്കുക. ഓക്കെ. സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇനി അത്ര സമയമല്ലേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഇട്ട് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക. അപ്പം ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് എന്ന് ഉറപ്പാണെങ്കിൽ അത് ഓപ്ഷനിലുണ്ടോ എന്ന് പോയി നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. എന്താണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്? റിട്ടി ലൂക്കോസ് ആണ്. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി, നല്ല രസമുണ്ട് അല്ലേ? ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു. ഈ MK സാനു ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരെ പറ്റിയും എഴുതിയിരിക്കുന്നത് ആര് തന്നെയാണ്? MK സാനു ആണ്. അപ്പോൾ പൽപ്പുവിനെ കുറിച്ചും പിന്നെ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഉണ്ട്, പിന്നെ ചങ്ങമ്പുഴയെ കുറിച്ചുണ്ട്, അങ്ങനെ ഒത്തിരി പേരെ കുറിച്ചുണ്ട്. അപ്പോൾ MK സാനുവിൻ്റെ കൃതികളൊന്ന് നോക്കി വെച്ചോളൂ. ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരുകളുടെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്: ഡോക്ടർ പി പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി, ചങ്ങമ്പുഴ സ്നേഹഭാജനം എന്ന് പറയുന്നൊരിതില്ലേ, അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ ബുക്ക് ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കി വെക്കൂ. എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ. അടുത്തത് അപ്പം നമ്മൾ സരോജിനി നായിഡു എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? റിട്ടി ലൂക്കോസ് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം MK സാനുവിൻ്റെ ഒരു ബുക്കും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകരാണ് ഡോക്ടർ പൽപ്പു. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു കേട്ടോ. ഓക്കെ. നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചത് 1896 ഈഴവ മെമ്മോറിയൽ 1896 മറക്കരുത്. 1836 എന്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നോ? ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് 1836 ഇത് പെട്ടെന്ന് വർഷം അതും തമ്മിൽ ബന്ധമൊന്നുമില്ല, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് എത്ര പേരാണ്? 13, 17, 6. ഇതൊന്ന് പഠിച്ചു വെക്കണം. മലയാളി മെമ്മോറിയലിൻ്റെതും പഠിച്ചു വെക്കണം. 128. ഓക്കെ. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്